ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ JPHN എക്സാമിൻ്റെ 2018 നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ആൻസറുമാണ്. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് തന്നെ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മൂന്നാമത്തെ പാർട്ടാണ്. ആദ്യത്തെ വീഡിയോയിലുള്ളതുപോലെ തന്നെ ഈ പാർട്ടിൽ നമുക്ക് 20 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണുള്ളത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതായിട്ട് കണക്കാക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പുസ്തകം വായിച്ച് മടുക്കുന്ന സമയത്ത് അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഇതുപോലുള്ള വീഡിയോകൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക, കാണാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ ആൻസർ പറയുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ സ്വന്തമായിട്ട് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. ഇനിയിപ്പം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്കിനി എക്സാമിനായിട്ടുള്ളത് ഉള്ളൂ. ഏപ്രിൽ 26-ാം തീയതി നിങ്ങളുടെ എക്സാമാണ്. അപ്പോൾ ഈ 26-ാം തീയതി കഴിയുമ്പോഴേക്കും നമുക്ക് നല്ലപോലെ കോൺഫിഡൻ്റ് ആയിരിക്കണം. നമ്മൾ ഈ എക്സാം അത്ര നന്ന ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പായിരിക്കണം. ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഇപ്പോഴേ നിങ്ങൾ ഉറപ്പിക്കുക, ഞാൻ ഈ എക്സാം എഴുതി കഴിയുമ്പോൾ അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള കുറ്റബോധം ഉണ്ടാവില്ല. ഞാൻ എഴുതുന്നതിൽ മൈനസ് മാർക്ക് അധികം ഉണ്ടാവില്ല. മൈനസ് മാർക്ക് ഞാൻ വരുത്തില്ല എന്ന് വിചാരിക്കുക. അറിയുന്ന ക്വസ്റ്റ്യൻസ് അത്രയും മാക്സിമം, അപ്പോൾ 100-ൽ 99% ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കണം. ആ രീതിയിൽ വേണം പഠിക്കാനായിട്ട്. അതിൽ അറിയുന്ന ചോദ്യങ്ങൾ മാത്രം, ഞാൻ എപ്പോഴും പറയുകയാണ്, നമ്മുടെ ഓവർ കോൺഫിഡൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് പോയിട്ട് അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും കറക്കി കുത്താൻ പാടില്ല കേട്ടോ. ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം വായിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അത് മാത്രമൊക്കെ ഇങ്ങനെ 2-3 തവണ വായിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓക്കെ ഇതാണ് ആ ക്വസ്റ്റ്യന് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പിന്നെയാണ് മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൺഫേം ചെയ്യണം. അത് ആ ക്വസ്റ്റ്യൻ ആണ്, ഇതാണ് അതിൻ്റെ ആൻസർ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ അത് എഴുതാനായിട്ട് പാടുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴേ തീരുമാനിച്ച് വെക്കണം. അപ്പോൾ നമ്മുടെ എക്സാമിന് ഇനി വെറും 65 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ 65 ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 65-ാമത്തെ ദിവസം നിങ്ങൾ JPHൻ്റെ PSC എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാണ്. നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ ഒരു സമയം രാവിലെ 5 മണിയായിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആണെന്നാണ് എൻ്റെ അർത്ഥം. ഇനിയുള്ള ദിവസങ്ങൾ അത്രയും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. മാക്സിമം ട്രൈ ചെയ്യുക. എന്ന് വെച്ചിട്ട് ഓവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്യാന്നേ ഉള്ളൂ. അടുത്തിരിക്കുന്ന ആൾ അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച ആൾ ഇത്രയും പഠിക്കുന്നുണ്ട്, അവരിത്രയും ഇതിന് വേണ്ടിയിട്ട് ഇത്രയും കാശ് മുടക്കി ഓൺലൈൻ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, ഇത്രയും പുസ്തകങ്ങൾ വാങ്ങി പഠിക്കുന്നുണ്ട്, അതിലൊന്നും കാര്യമുണ്ടെന്ന് വിചാരിക്കേണ്ട. നമുക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് ഉപയോഗിക്കുക, കയ്യിലുള്ള റാങ്ക് ഫയലുകൾ, കയ്യിലുള്ള ബുക്കുകൾ, കയ്യിലുള്ള ടെക്സ്റ്റുകൾ, നമ്മളിതിന് നേരത്തെ നമ്മുടെ കോഴ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പഠിച്ച ബുക്കുകൾ, ടെക്സ്റ്റുകൾ, നമുക്ക് കിട്ടുന്ന അത്രയും റാങ്ക് ഫയലുകൾ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മെയിനായിട്ടും പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, JPHൻ്റെയോ JHNൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ, ഇതൊക്കെ മാക്സിമം വർക്കൗട്ട് ചെയ്യുക. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് JPHN എക്സാം കിട്ടും, ഉറപ്പാണ്. അതിന് നിങ്ങൾ ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ചില സമയം നമ്മൾ തന്നെ നമ്മുടെ മുകളിൽ ഓവർ പ്രഷർ ഇടും. അതിൻ്റെ ഒന്നും കാര്യമില്ല കേട്ടോ. അതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിത്രയും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളിന്ന് പഠിച്ചാൽ മതി. ഇപ്പം പല യൂട്യൂബർ വീഡിയോ ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ നേരത്തെ എക്സാം എഴുതിയവരുടെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചു കഴിയുമ്പോഴേക്കും അവരങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു, പലതും പറയും പലരും. നമ്മളത് കേട്ടിട്ട് നമ്മുടെ മൈൻഡിനെ കൺഫ്യൂസ് ആക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക. എപ്പോഴും നമ്മൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലാണോ വെച്ചിരിക്കുന്നത് ആ ജില്ലയിൽ എക്സാമിൽ റാങ്കിൽ 3-നുള്ളിൽ, ആദ്യത്തെ 3 റാങ്കിനുള്ളിൽ നിങ്ങൾ വരണം. ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 41. ആൻ എക്സാമ്പിൾ ഓഫ് ഹിഞ്ച് ജോയിൻറ്റ്. ഹിഞ്ച് ജോയിൻറ്റ് എക്സാമ്പിൾ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ റിസ്റ്റ് ജോയിൻറ്റ്, ഓപ്ഷൻ ബി എൽബോ ജോയിൻറ്റ്, ഓപ്ഷൻ സി ഹിപ്പ് ജോയിൻറ്റ്, ഓപ്ഷൻ ഡി ഷോൾഡർ ജോയിൻറ്റ്. ആൻസർ ഏതാണെന്ന് നോക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി എൽബോ ജോയിൻറ്റ്. എൽബോ ജോയിൻ്റ് ആണ് ഹിഞ്ച് ജോയിൻ്റ്. ഒരു എക്സാമ്പിൾ ഏതാണ്? എൽബോ ജോയിൻ്റ് ആണ്. ഹിഞ്ച് ജോയിൻറ്റിൻ്റെ എക്സാമ്പിളാണ് എൽബോ ജോയിൻറ്റ്. അടുത്ത ചോദ്യം ഏതാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 42. ഫേവറബിൾ പൊസിഷൻ ഫോർ ഗിവിംഗ് എനിമ കൊടുക്കുന്നതിനുള്ള ഫേവറബിൾ ആയിട്ടുള്ള പൊസിഷൻ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നീ ചെസ്റ്റ് പൊസിഷൻ, ഓപ്ഷൻ ബി ലിത്തോട്ടമി പൊസിഷൻ, ഓപ്ഷൻ സി ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ, ഓപ്ഷൻ ഡി ഫൗളേഴ്സ് പൊസിഷൻ. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ. എനിമ കൊടുക്കാനുള്ള കറക്റ്റ് അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനാണ്. ഏതാണ്? ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനാണ് എനിമ കൊടുക്കാനുള്ള ഫേവറബിൾ ആയിട്ടുള്ള പൊസിഷൻ.
അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 43 SOS മീൻസ് SOS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെന്നാണ് ചോദ്യം. അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വെൻ റിക്വയർഡ്, ഓപ്ഷൻ ബി ഇഫ് നെസസറി ഇൻ എമർജൻസി, ഓപ്ഷൻ സി വെരി ഓഫ്റ്റൻ, ഓപ്ഷൻ ഡി അറ്റ് വൺസ്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ബി ഇഫ് നെസസറി ഇൻ എമർജൻസി. SOSൻ്റെ മീനിങ് എന്താണ്? SOS കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ഇഫ് നെസസറി ഇൻ എമർജൻസി. എമർജൻസിയിൽ നെസസറി ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഈ മെഡിസിൻ കൊടുക്കണം, അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യണം. ഇതാണ് SOS കൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 44 ടിയറിംഗ് ഓഫ് ലിഗമെൻറ്റ്സ് ഓർ ടിഷ്യൂ അറൌണ്ട് എ ജോയിൻറ്റ് ഈസ് കോൾഡ്. ഒരു ജോയിൻറ്റിന് ചുറ്റുമായിട്ടുള്ള ടിഷ്യൂസ് അല്ലെങ്കിൽ ലിഗമെൻറ്റ് ടിയർ ചെയ്യുന്നതിന് പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സ്പ്രെയിൻ, ഓപ്ഷൻ ബി ഫ്രാക്ചർ, ഓപ്ഷൻ സി സബ്ലക്ഷൻ, ഓപ്ഷൻ ഡി ക്രഷ് ഇഞ്ചുറി. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ സ്പ്രെയിൻ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 45 വിച്ച് ഇസ് ആൻ എമോളിയൻറ്റ് എമംഗ് ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ എമോളിയൻറ്റ് ഏതെന്നാണ് ചോദ്യം. എമോളിയൻറ്റ് എന്ന് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ്, ഓപ്ഷൻ സി ലിക്വിഡ് പാരഫിൻ, ഓപ്ഷൻ ഡി ഇസോൾ സൊല്യൂഷൻ. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി ലിക്വിഡ് പാരഫിൻ. ഈ ലിക്വിഡ് പാരഫിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇമോളിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് ലിക്വിഡ് പാരഫിൻ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 46 ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ അസ്കാരിയാസിസ്. അസ്കാരിയാസിസിന് യൂസ് ചെയ്യുന്ന ഡ്രഗ് ഓഫ് ചോയ്സ് അല്ല, ഡ്രഗ് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മെട്രോനിഡസോൾ, ഓപ്ഷൻ ബി മെബൻഡസോൾ, ഓപ്ഷൻ സി പാരസെറ്റമോൾ, ഓപ്ഷൻ ഡി സിപ്രോഫ്ലോക്സാസിൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മെബൻഡസോൾ. അസ്കാരിയാസിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണ്? മെബൻഡസോൾ ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 47 ബ്രേക്ക് ബോൺ ഫീവർ ഈസ് ദ അതർ നെയിം ഓഫ്. ബ്രേക്ക് ബോൺ ഫീവറിൻ്റെ വേറൊരു പേര് എന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡെങ്കു ഫീവർ, ഓപ്ഷൻ ബി യെല്ലോ ഫീവർ, ഓപ്ഷൻ സി വൈറൽ ഫീവർ, ഓപ്ഷൻ ഡി ചിക്കൻ ഗുനിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഡെങ്കു ഫീവർ. ഡെങ്കു ഫീവറിൻ്റെ വേറൊരു പേരാണ് ബ്രേക്ക് ബോൺ ഫീവർ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 48 സേഫ് ആൻഡ് എഫക്റ്റീവ് ഡ്രഗ് അഗൈൻസ്റ്റ് ഫൈലേറിയൽ ഇൻഫെക്ഷൻ. ഫൈലേറിയൽ ഇൻഫെക്ഷന് എതിരെ നമ്മൾ കൊടുക്കുന്ന സേഫും എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മെബൻഡസോൾ, ഓപ്ഷൻ ബി ഹെട്രോസൻ, ഓപ്ഷൻ സി മെട്രോനിഡസോൾ, ഓപ്ഷൻ ഡി ബ്രൂഫൻ. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ബി മെട്രാനിഡസോൾ. മെട്രാനിഡസോൾ ആണ് നമ്മൾ കൊടുക്കാവുന്ന ഫൈലേറിയസിന് എതിരെ കൊടുക്കാൻ പറ്റുന്ന സേഫും എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ് ഏതാണ്? മെട്രാനിഡസോൾ ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 49 ടെസ്റ്റ് ടു ഫൈൻഡ് എമൗണ്ട് ഓഫ് ഫ്രീ റെസിഡ്യൂവൽ ക്ലോറിൻ പ്രസൻസ് ഇൻ ദ വാട്ടർ. നമ്മൾ ക്ലോറിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വാട്ടറിൽ പിന്നെ നമ്മൾ ഫ്രീ റെസിഡ്യൂവൽ ക്ലോറിൻ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫോസ്ഫേറ്റ് ടെസ്റ്റ്, ഓപ്ഷൻ ബി സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട്, ഓപ്ഷൻ സി ഓർത്തോടോളിവിൻ ടെസ്റ്റ്, ഓപ്ഷൻ ഡി ബെനഡിക്ട് ടെസ്റ്റ്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി ഓർത്തോടോളിഡിൻ ടെസ്റ്റ്. ഓപ്ഷൻ എ കാത്തർട്ടിക്സ്, ഓപ്ഷൻ ബി കാർബനേറ്റീവ്സ്, ഓപ്ഷൻ സി കോസിറ്റിക്സ്, ഓപ്ഷൻ ഡി കൊയാഗുലൻസ്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ബി കാർബണേറ്റീവ് മിക്സറാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഇൻറ്റസ്റ്റൈനിലും സ്റ്റൊമക്കിലുമുള്ള ഗ്യാസിനെല്ലാം റിലീസ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പൾസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? കാർബണേറ്റീവ് മിക്സർ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 51 1 പൈൻറ്റ് ഈസ് ഡാഷ് ഔൺസ്. ഒരു പൈൻറ്റ് എത്ര ഔൺസ് ആണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 30. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി 15. അപ്പം 15 ounce ആണ് ഒരു പൈൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പൈൻ്റ് ആണ് കേട്ടോ. ഒരു പൈൻ്റ് എന്ന് പറയുന്നത് എത്ര ounce ആണ്? 15 ounces ആണ് ഒരു പൈൻ്റായിട്ട് പറയുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 52 ബർത്ത് വെയ്റ്റ് ട്രിപ്പിൾസ് ബൈ. ഒരു കുട്ടി ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ബർത്ത് വെയ്റ്റ് ട്രിപ്പിൾസ് 3 ഇരട്ടിയാവുന്നത് എത്ര വയസ്സിലാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 5 months ഓഫ് ഏജ്, ഓപ്ഷൻ ബി 2 years ഓഫ് ഏജ്, ഓപ്ഷൻ സി 1 year ഓഫ് ഏജ്, ഓപ്ഷൻ ഡി 3 years ഓഫ് ഏജ്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി 1 year ഓഫ് ഏജ്. കുട്ടി ജനിക്കുമ്പോഴുള്ള ബർത്ത് വെയ്റ്റ് ട്രിപ്പിൾസ് ആകുന്നത് 1 വയസ്സാകുമ്പോഴാണ്. എത്ര വയസ്സാകുമ്പോഴാണ്? 1 വയസ്സാകുമ്പോഴാണ് കുട്ടി ജനിക്കുമ്പോഴുള്ള ബർത്ത് വെയ്റ്റ് ട്രിപ്പിൾസ് ആകുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 53 ദ മോസ്റ്റ് പ്രിഫേർഡ് സൈറ്റ് ഫോർ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ഫോർ ചിൽഡ്രൻ ആൻഡ് ഇൻഫൻസ്. ഇൻഫൻസിനും ചിൽഡ്രൻസിനും മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്ന ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്ന സൈറ്റ് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡെൽറ്റോയിഡ് സൈറ്റ്, ഓപ്ഷൻ ബി വെൻട്രോഗ്ലൂട്ടിയൽ സൈറ്റ്, ഓപ്ഷൻ സി വാസ്റ്റസ് ലാറ്ററാലിസ് സൈറ്റ്, ഓപ്ഷൻ ഡി ഡോർസോഗ്ലൂട്ടിയൽ സൈറ്റ്. എവിടെയാണ് ഇൻഫൻസിനും ചിൽഡ്രൻസിനും ഒക്കെ നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നവരല്ലേ? എല്ലാവരും വാക്സിനേഷൻ എടുക്കുന്ന ആൾക്കാരല്ലേ അപ്പം എവിടെയാണ് നമ്മൾ കുട്ടികൾക്ക് കുത്തിവയ്പ്പ് കൊടുക്കുന്നത്? ഇൻഫൻസിനും ചിൽഡ്രൻസിനും ഒക്കെ നമ്മൾ IM കൊടുക്കുന്ന ഏത് സൈറ്റിലാണ്? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് നോക്കാം. വാസ്റ്റസ് ലാറ്ററാലിസ് സൈറ്റ്. വാസ്റ്റസ് ലാറ്ററാലിസ് സൈറ്റിലാണ് നമ്മൾ കുട്ടികൾക്കും ഇൻഫൻസിനും ചിൽഡ്രൻസിനും ഇൻഫൻസിനും ഒക്കെ നമ്മൾ IM കൊടുക്കുന്ന സൈറ്റ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 54 വാട്ട് ഈസ് BFHI? എന്താണ് BFHI എന്നാണ് ചോദ്യം. എന്താണ് BFHI? അതിൻ്റെ എക്സ്പാൻഷനാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്.
ഓപ്ഷൻ എ ബ്രസ്റ്റ് ഫീഡിംഗ് ആൻഡ് ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ്, ഓപ്ഷൻ ബി ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ്, ഓപ്ഷൻ സി ബേബി ഫ്രണ്ട്ലി ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓപ്ഷൻ ഡി ബ്രസ്റ്റ് ഫീഡിംഗ് ഇൻ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ബി ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ്. ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ്, ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ് ആണ് BFHIയുടെ ഫുൾ ഫോം. കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 55. സ്റ്റെറിലൈസേഷൻ ബൈ സ്റ്റീം അണ്ടർ പ്രഷർ ഈസ് കോൾഡ്. നമ്മൾ അണ്ടർ പ്രഷറിൽ അല്ലെങ്കിൽ സ്റ്റീം പ്രഷറിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫ്യൂമിഗേഷൻ, ഓപ്ഷൻ ബി ബോയിലിംഗ്, ഓപ്ഷൻ സി ഹോട്ട് എയർ ഓവൻ, ഓപ്ഷൻ ഡി ഓട്ടോക്ലേവിംഗ്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ഡി ഓട്ടോക്ലേവിംഗ്. സ്റ്റീം പ്രഷറിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓട്ടോക്ലേവിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 56. ഫ്രീഡം ഫ്രം ഇൻഫെക്ഷൻ. ഓപ്ഷൻ എ സെപ്സിസ്, ഓപ്ഷൻ ബി അസെപ്സിസ്, ഓപ്ഷൻ സി ബാക്ടീരിയോസ്റ്റാറ്റിസ്, ഓപ്ഷൻ ഡി ബാക്ടീരിയോസിഡൽ. ഇതിൽ കറക്റ്റ് വേണ്ടതെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അസെപ്സിസ്. അസെപ്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീഡം ഫ്രം ഇൻഫെക്ഷൻ എന്നാണ് അർത്ഥം. ഇൻഫെക്ഷൻ ആണ് കേട്ടോ, ഇൻഫെക്ഷൻ എന്നാണ് അർത്ഥം. നമ്മളിപ്പം എന്തെങ്കിലും സർജിക്കൽ പ്രോസസ്സ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഫുൾ ഹാൻഡ് വാഷ് ഒക്കെ ചെയ്തിട്ട് വരും, ഗ്ലൗസ് ഇടുന്നു, മാസ്ക് ഉപയോഗിക്കുന്നു, ഗൗൺ ഉപയോഗിക്കുന്നു. ഇതെല്ലാം എന്തിൻ്റെ ഭാഗമായിട്ടാണ്, അസെപ്സിസ് ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതെല്ലാം ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 57. ദ റിട്ടേൺ ഓഫ് യൂട്രസ് ടു ഇറ്റ്സ് പ്രീ ഗ്രാവിഡ് സ്റ്റേജ് ആഫ്റ്റർ ഡെലിവറി ഈസ് കോൾഡ്. ഡെലിവറിക്ക് ശേഷം യൂട്രസ് പഴയ നോർമൽ പഴയതുപോലെ തന്നെ ആവുന്ന അവസ്ഥ, അതായത് ഡെലിവറിക്ക് മുമ്പ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, ആ സ്റ്റേജിലേക്ക് തിരിച്ചു പോകുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് എന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇൻവല്യൂഷൻ, ഓപ്ഷൻ ബി ഇൻവേർഷൻ, ഓപ്ഷൻ സി ഓപ്ഷൻ സി ഇനോക്കുലേഷൻ, ഓപ്ഷൻ ഡി ലോക്കിയ. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ ഇൻവല്യൂഷൻ. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പ്രീ ഗ്രാവിഡ് സ്റ്റേജിന് മുമ്പ് യൂട്രസ് ഏത് സ്റ്റേജിലാണോ ഇരുന്നത് ആ ഒരു സ്റ്റേജിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻവല്യൂഷൻ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 58. നിയോനാറ്റൽ പീരിയഡ് ഈസ് ഫ്രം ഡാഷ് ടു ഡാഷ് ഡേയ്സ്. നിയോനാറ്റൽ പീരിയഡ് എന്ന് പറയുന്നത് എത്ര ദിവസം മുതൽ എത്ര ദിവസം വരെ ആണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബർത്ത് ടു 30 ഡേയ്സ്, ഓപ്ഷൻ ബി ബർത്ത് ടു 18 ഡേയ്സ്, ഓപ്ഷൻ സി ബർത്ത് ടു 8 ഡേയ്സ്, ഓപ്ഷൻ ഡി ബർത്ത് ടു 28 ഡേയ്സ്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ഡി ബർത്ത് ടു 28 ഡേയ്സ്. നിയോനാറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത് കുട്ടി ജനിക്കുന്ന ദിവസം മുതൽ ആദ്യത്തെ 28 ദിവസത്തിലാണ് എന്തെന്ന് പറയുന്നത് നിയോനാറ്റൽ പീരിയഡ് അല്ലെങ്കിൽ നിയോനാറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. എപ്പോൾ മുതലാണ് കുട്ടി ജനിച്ച് ആദ്യത്തെ 28 ദിവസത്തിലാണ് നിയോനാറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 59. ദ റിലേഷൻഷിപ്പ് ഓഫ് ദി ഫീറ്റൽ ഹെഡ് ആൻഡ് ലിംസ് ടു ഇറ്റ്സ് ട്രങ്ക് ഈസ് ടേംഡ് as. ഓപ്ഷൻ എ ആറ്റിറ്റ്യൂഡ്, ഓപ്ഷൻ ബി ലൈ, ഓപ്ഷൻ സി പൊസിഷൻ, ഓപ്ഷൻ ഡി ഡിനോമിനേറ്റർ. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ ആറ്റിറ്റ്യൂഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 60. ദ സൺസെറ്റ് സൈൻ ഈസ് സീൻ ഇൻ. സൺസെറ്റ് സൈൻ ഏത് അസുഖത്തിലാണ് കാണുന്നത് അല്ലെങ്കിൽ ഏത് കണ്ടീഷനിലാണ് കാണുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സെറിബ്രൽ പാൾസി, ഓപ്ഷൻ ബി കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്, ഓപ്ഷൻ സി ഹൈഡ്രോസെഫാലസ്, ഓപ്ഷൻ ഡി ഡൗൺ സിൻഡ്രോം. ഈ പറഞ്ഞ 4 കണ്ടീഷനിൽ ഏതിലാണ് സൺസെറ്റ് സൈൻ കാണുന്നതെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി ഹൈഡ്രോസെഫാലസിലാണ് സൺസെറ്റ് സൈൻ കാണുന്നത്. അപ്പം ഈ ഒരു ചോദ്യോത്തരത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇതിലും 20 ചോദ്യങ്ങൾ തന്നെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനുള്ള സമയമായിട്ട് ഇനി ഉപയോഗിക്കുക. ഇപ്പം നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടില്ല, നിങ്ങളുടെ ഉദ്ദേശിച്ച രീതിയിൽ ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കരുത്. ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കുക. അവരോട് നിങ്ങൾ ഇത്ര പഠിച്ചെന്ന് പറയേണ്ട, അവരെത്ര പഠിച്ചെന്ന് നിങ്ങൾ തിരക്കാൻ പോകണ്ട, ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം പഠിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയുന്നത്ര സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. എത്ര സമയമാണോ നമുക്ക് പഠിക്കാൻ കഴിയുന്നത് അത്രയും സമയം തന്നെ ഉപയോഗിക്കുക കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങളെപ്പോലെ ഇപ്പം PSC എഴുതി കയറിയ ഒരാളാണ്. അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. നമ്മൾ ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാൻ നിൽക്കണ്ട. ഈവെന്തോ നമ്മുടെ വീട്ടുകാർ പറയുന്ന പോലെ നമ്മൾ കേൾക്കാൻ നിൽക്കണ്ട. ഈ കാര്യത്തിൽ നമ്മൾ അവരെ വിളിച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ടെൻഷനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്കത് കൂടുതലായിട്ട് തിരിച്ചു തരത്തേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വെറുതെ അത് കേൾക്കാൻ നിൽക്കണ്ട. നിങ്ങളെക്കൊണ്ട് ഇതെല്ലാം നിങ്ങളെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ പ്രോപ്പറായിട്ട് ചാർട്ട് ചെയ്യുകയാണ്, പ്രോപ്പറായിട്ടിരുന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഇത് സാധിക്കും. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഉറപ്പായിട്ടും ഈ എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പം നിങ്ങൾ ആദ്യത്തെ 3 പേരിൽ ഒരാളായിരിക്കും. അത് മാത്രം മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ പഠിക്കണം, എക്സാം എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഏപ്രിൽ 26-ാം തീയതി നിങ്ങളുടെ എക്സാമാണ്. അതെപ്പോഴും മൈൻഡിലുണ്ടായിരിക്കണം. വളരെ അടുത്ത് വന്നു. നമുക്കിപ്പോൾ ദിവസങ്ങൾ അധികമൊന്നും ബാലൻസ് ഇല്ല. കിട്ടുന്ന സമയം മാക്സിമം പഠിക്കാം.
ശരിയാണ്, നിങ്ങൾ ചിലപ്പോൾ ജോലി ചെയ്യുന്നുണ്ടാവും, വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുണ്ടാവും, എല്ലാം മാറ്റി വെച്ചേക്കും. നമുക്ക് പഠിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. നല്ല ക്ഷീണം ഉണ്ടായിരിക്കും. നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഇരുന്ന് പഠിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നമ്മുടെ മൈൻഡ് നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കത്തില്ല. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. പക്ഷേ അതൊക്കെ മാറ്റി വെച്ച് പഠിച്ചേ പറ്റുള്ളൂ. പഠിക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം ഓൾ ദ ബെസ്റ്റ്, എല്ലാവരും ഇരുന്ന് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ്. എന്തെങ്കിലും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.